ഹായ് ഗായ്സ്. സോ ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ എനിക്കിന്ന് ഓഫാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് എനിക്ക് കുറേ ക്ലീനിങ് ഉണ്ട്, ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണം. പിന്നെ ഹെയറിൽ ഞാൻ ഒന്നെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഏതെങ്കിലും ഒരു ദിവസമാണ് ഞാൻ ഹെയറിൽ ഷാമ്പു കണ്ടീഷണറൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു റീസെറ്റ് സാറ്റർഡേ ആക്കാം. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 o'clock നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഒരു ആപ്പിൾ കഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗായ്സ്, എനിക്ക് വലിയ ആപ്പിളിനെക്കാളും ഇഷ്ടം എനിക്ക് കുഞ്ഞു കുഞ്ഞു ആപ്പിൾസാണ്. അതാകുമ്പോൾ കഴിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ്. മറ്റേതെന്ന് വെച്ചാൽ എനിക്ക് വിശപ്പ് മാറുകയും ചെയ്യുമെന്ന് ബാക്കി വേസ്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുഞ്ഞു ആപ്പിൾസാണ് വാങ്ങാറുള്ളൂ. അപ്പോൾ നമുക്കിത് വേഗം കഴിക്കാം. ഓക്കെ. സോ അപ്പം ഞാൻ ഫസ്റ്റായിട്ട് ഈ മാമാ എർത്തിൻ്റെ ഉപ്ടൻ ഫേസ് മാസ്ക് ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം മുഖത്തിൽ മൊത്തം നമ്മളിങ്ങനെ ടാനൊക്കെ ആയിട്ട് കോളേജിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഫുൾ ടാൻ ആവുമല്ലോ. അപ്പം ഈ ഉപ്ടൻ ഫേസ് മാസ്ക് ആക്ച്വലി നല്ലതാണ്. നല്ല ടാൻ റിമൂവലിന് അടിപൊളിയാണ്. ഞാൻ മാമാ എർത്തിൻ്റെ യൂസ് ചെയ്ത എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തു. ചന്ദ്രിക അതല്ല, എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. എൻ്റെ സ്കിന്നിൽ വേറെ ഒന്നുമില്ല, അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യും. അപ്പോൾ കണ്ട, ഞാനിത് ഉപയോഗിച്ച് ഇത് തീരാറായി. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് തന്നെ അപ്പം ഞാൻ ഫുൾ ഫേസിൽ ആദ്യം ചെയ്തു. ഇപ്പം ഞാൻ പ്രേതത്തിന് പതിരുണ്ടല്ലേ. ഇനി നമുക്ക് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാം. കാരണം ആക്ച്വലി കയ്യിൽ അപ്ലൈ ചെയ്യണം. പിന്നെ കൈ ഞാൻ അപ്ലൈ ചെയ്താൽ നോക്കാം, കുറച്ചൊക്കെ അപ്ലൈ ചെയ്യാം. സോ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കിനി ഒരു 20 minutes കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയാം. അപ്പോഴേക്കും ഞാൻ എൻ്റെ അലക്കാനുള്ള തുണി മൊത്തം കഴുകണം. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് അടക്കുമല്ലോ, എനിക്ക് സമയം കളയണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതാണ് നമുക്ക് അനി ഞാൻ തുണി അലക്കിയിട്ട് വരാം. അപ്പം അങ്ങനെ കുറച്ച് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിനിയും അലക്കാം. ഗായ്സ്, എനിക്ക് ഈ ഒരു ബക്കറ്റ് നിറച്ച് തുണി അലക്കാനുണ്ട് ഗായ്സ്. പക്ഷേ അപ്പം ഞാൻ നോർമലി അലക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് അലക്കാറ്. അപ്പം ഞാൻ ഇന്നും പാട്ടൊക്കെ കേട്ട് അലക്കിയിട്ട് വരാം. ഇനിയിപ്പോൾ നിങ്ങളും ഞാൻ അലക്കണം കാണിച്ച് തരേണ്ട വിചാരിച്ചിട്ട് ഞാൻ അലക്കിയിട്ട് വരാം. ബൈ. സോ എനിക്ക് തുണി കഴുകി കഴിഞ്ഞിട്ടില്ല. തുണി കഴുകി കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വാഷ്റൂം മൊത്തം കഴുകാൻ. പിന്നെ വേണം എനിക്ക് അടിച്ച് വാരണം. സോ നമുക്ക് ബാക്കി. സോ ഗായ്സ്, ഇപ്പം ഞാൻ മുഖത്തിട്ട നമ്മുടെ മാസ്ക് ഒക്കെ കളഞ്ഞു. അപ്പോൾ മുഖം ഭയങ്കര സോഫ്റ്റ് ആയ മാതിരിയാണ് എനിക്ക് തോന്നാറ് എപ്പോഴും മാസ്ക് ഇട്ട് കഴിയുമ്പോൾ. അത് ഈ മാസ്ക് എന്നില്ല, അത് നമ്മൾ നോർമലി ഏതൊരു മാസ്ക് ഇട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ വരും. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇന്നാണ് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇടുന്ന ദിവസം. അപ്പം ഞാൻ നോർമലി നല്ലോണം എണ്ണ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരു വേറെ എണ്ണ യൂസ് ചെയ്യാറില്ല. ഞാൻ പാരഷൂട്ടിൻ്റെ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വേറെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. വോവിൻ്റെ എണ്ണ, ഞാൻ ഓണിയൻ, പിന്നെ കാച്ചി എണ്ണയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഹെയർ ഫോളാണ് വരാറ്. എനിക്ക് പെട്ടെന്ന് ഒരു എണ്ണം മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോളായിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ പാരഷൂട്ടിൻ്റെ എണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്ലാണ്ട് ഞാൻ വേറെ ഒരു എണ്ണയും ഉപയോഗിക്കാറില്ല. പിന്നെ എൻ്റെ കേർലി ഹെയർ ആയതുകൊണ്ടും ഒരുപാട് എണ്ണ വേണം. ഇപ്പം ഞാൻ ഒരു കുപ്പി എണ്ണ തലയിലിട്ടാലും പിറ്റേ ദിവസം എനിക്ക് അങ്ങനെ കുറച്ച് എണ്ണ ഒട്ടും ഉണ്ടാവില്ല എൻ്റെ മുടിയിൽ. അങ്ങനത്തെ ഹെയറാണ്, കുളിക്കാത്ത മാതിരി ഇരിക്കുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഇനി എണ്ണ ഇടട്ടെ. എപ്പോഴും നമ്മൾ എണ്ണ ഇടുന്നതാണ് നല്ലത്. കാരണം ഇവിടെയൊക്കെ എന്ന് പറയുമ്പം നമ്മൾ വേറൊരു നാട്ടിലേക്കാളും പുറത്ത് വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോഴുള്ള ഫസ്റ്റ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യില്ലല്ലോ. അപ്പം ഞാനല്ലെങ്കിലും ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ നാട്ടിലെ ഒന്നരാടൊക്കെ ആയിരുന്നു ഞാൻ ഹെയർ നോർമലി വാഷ് ചെയ്യാറുള്ളൂ. പക്ഷെ അപ്പോഴൊന്നും എനിക്കങ്ങനെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാർഡ് വാട്ടർ ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ എപ്പോഴും കുളിച്ച് കഴിഞ്ഞാൽ ഉള്ള മുടി മൊത്തം പോവും. അപ്പോൾ വീക്ക്ലി കുളിക്കുന്നതായിരിക്കും തല നനയ്ക്കുന്നത് നല്ലത്. അപ്പം ഞാൻ എണ്ണയ്ക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ എണ്ണയ്ക്ക് ഇട്ടിട്ട് ഇനി മുടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും കുളിക്കാൻ പോകണം. അപ്പം കുളിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതെന്ന് പറ്റുവാണെങ്കിൽ കാണിക്കാം. അറിയില്ല നടക്കുമെന്ന്. അപ്പം ലെറ്റ്സ് സീ. ഗായ്സ്, അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഇനി എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി വയ്ക്കാനുണ്ട്.
പിന്നെ ആണെങ്കിൽ എനിക്ക് കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്. എൻ്റെ മേക്കപ്പ് ലൈക്ക് സ്കിൻ കെയർ ഒക്കെ ഞാനിങ്ങനെ അവിടെ ഇവിടെ വെച്ചിരിക്കുന്നതൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. സോ ഞാനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റാ.